ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ ഡോണി ചാക്കോ, നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി. എന്നോടൊപ്പം ബിനോയ് ചേട്ടൻ, നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാ എക്സിക്യൂട്ടീവ് മിനിറ്റ്സ് കഴിയുമ്പോഴും അതിൻ്റെ ഔട്ട്കംസ് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഈ മെയ് 13 8 മണിക്ക് നമ്മുടെ സോഷ്യൽ ക്ലബ് വെച്ച് നടക്കുകയും അതിൽ ഏതാണ്ട് 24 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പങ്കെടുക്കുകയും ഉണ്ടായി. അവിടെ ആലോചിച്ച കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കൊന്ന് പ്രസ്താവിക്കുകയാണ്. നമ്മുടെ ഈ മെയ് മാസം 30 നമ്മൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന സ്പോർട്സ് ഡേയുടെ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുകയും അത് നമ്മുടെ സബ് കമ്മിറ്റിയെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം അതത് ക്രമീകരണങ്ങളൊക്കെ നടന്നു വരുന്നു. നിങ്ങളുടെ മെയിൻ ഗ്രൂപ്പിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അത് അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവിൽ നമ്മുടെ ബൈലോ അമെൻമെന്റ്സ്, വള്ളംകളി, ബ്ലഡ് ഡൊണേഷൻ, ഓണം സെലിബ്രേഷൻ, ഇവയൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തുവാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിനുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട്, LED സ്റ്റേജ്, ഇത് ഏതാണ്ട് 3500 പൗണ്ടിന് വൈബ്രന്റ് എന്ന് പറയുന്ന, കഴിഞ്ഞ പ്രാവശ്യം അവരാണ് നമുക്കിത് ചെയ്തതെന്ന് അവരെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഒരു ജനറേറ്റർ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചില ടെക്നിക്കൽ ഇഷ്യൂസ് വന്നതിൻ്റെ വെളിച്ചത്തിൽ ഏതാണ്ട് 550 പൗണ്ടിന് ഒരു ജനറേറ്റർ റെന്റിന് എടുക്കാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻലി വെച്ചിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ മെമ്പേഴ്സിനെല്ലാം ഇനി ഫർദർ പേയ്മെന്റ്സിന് ഒരു യുണീക്ക് ID നൽകുന്നതിനെ പറ്റിയാണ്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ കഴിഞ്ഞ തവണയും നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ മെമ്പേഴ്സിന് യുണീക്ക് IDനെ കുറിച്ച്. അപ്പൊ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും നമ്മളൊരു യുണീക്ക് ID നൽകുന്നതായിരിക്കും. ആ യുണീക്ക് ID ഉപയോഗിച്ചിട്ടാണ് ഫ്യൂച്ചറിലേക്ക് നമ്മളെല്ലാ പേയ്മെന്റുകളും ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഓൾവേസ് നമ്മൾ സ്ട്രഗ്ലിംഗ് ആണ്, നമ്മൾ ഈ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാനും എല്ലാം. അപ്പോൾ എന്ത് ഫുഡിന്റെ ആയാലും മെമ്പർഷിപ്പ് എല്ലാത്തിനും നമ്മൾ ആ യുണീക്ക് ID യൂസ് ചെയ്യുക. ആ യുണീക്ക് ID നമ്മൾ മെയിൻ ഗ്രൂപ്പിലേക്ക് എല്ലാവരുടെയും പേര് ഉൾപ്പെടെ ജൂൺ 1st വീക്കോടുകൂടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു മേക്ക് എ നോട്ട് അബൌട്ട് യുവർ നമ്പർ, ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ റെഫറൻസിനും ആ നമ്പർ ആയിരിക്കും ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് നമ്മളെ എക്സിക്യൂട്ടീവ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ സ്പോൺസർഷിപ്പ് അപ്ഡേറ്റ്സ് ആണ്. ഇപ്രാവശ്യം വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ, നമുക്ക് വളരെ നല്ല രീതിയിലുള്ള സ്പോൺസർഷിപ്പ് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഏതാണ്ട് 6000 പൗണ്ടിന്റെ ഓഫറാണ് നമുക്ക് സ്പോൺസർഷിപ്പായിട്ട് ഇപ്രാവശ്യം ലഭിച്ചത്. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ മാഗസിൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഉള്ളതുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ടീവ് സ്പോൺസർഷിപ്പ് കമ്മിറ്റി അനുമോദിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ സ്പോൺസർഷിപ്പ്, നല്ലൊരു സ്പോൺസർഷിപ്പ് ഇപ്രാവശ്യം കണ്ടെത്തുവാനായിട്ട് കമ്മിറ്റിക്ക് സാധിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കട്ടെ. വെച്ചിട്ട് നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ പല നിർദ്ദേശങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അവരുടെ നമ്മൾ നേരത്തെ പ്രോമിസ് ചെയ്തിരുന്നു, ഗൂഗിൾ ഫോമിൻ്റെ അവരുടെ നിർദ്ദേശങ്ങൾക്കുള്ള മറുപടി അല്ല എന്താണ് നമ്മൾ അതിന്റെ ഫീഡ്ബാക്ക് എന്നുള്ളത് അവരെ അറിയിക്കാമെന്ന് നമ്മൾ ഓർക്കുക. അപ്പം നമുക്ക് ഗൂഗിൾ ഫോം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എനി ടൈം, നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാവുന്നതാണ്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ മാസം ഒരെണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം നമുക്ക് ഫില്ല് ചെയ്യാം, അടുത്ത മാസം ഫില്ല് ചെയ്യാം, ഇനി രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഫില്ല് ചെയ്യാം. നോ റെസ്ട്രിക്ഷൻ. നിങ്ങളുടെ ഓരോ സജഷനും വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ കമ്മിറ്റിയിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ കീനായിരുന്നു ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്ത് ഡിസ്കഷൻസ് നടത്താൻ. എനിക്ക് അത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്. അത് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് കോർ കമ്മിറ്റി അല്ലാതെ മറ്റാരും ആരാണെന്നൊന്നും അതിൻ്റെ അകത്ത് അറിയില്ല. അത് മെയിൻലി അത് ഞാൻ ഡോണിയാണ് അത് ഡീൽ ചെയ്യുന്നത്. അത് വേറെ ആരും ഇത് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഡിസ്കഷന് വരുമ്പോഴായാലും ഇന്നൊരു സജഷൻസ് ഉണ്ട് എന്നുള്ളതല്ലാതെ ആരുടെയും പേരൊന്നും നമ്മൾ ഒരു സ്ഥലത്തും പറയുന്നില്ല. അതുകൊണ്ട് അത് എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ഗൂഗിൾ ഫോമിൽ ആദ്യം വന്ന ഒരു നിർദ്ദേശം, നമ്മുടെ ഈ പ്രോഗ്രാമുകളെല്ലാം ഇപ്പൊ സ്പോർട്സ് ഒക്കെ ആണെങ്കിലും എല്ലാ കാറ്റഗറിയിലും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ കൊച്ചു പിള്ളേർക്ക്, അതായത് ഒരു 5 to 15 ഇയേഴ്സിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഡേ നടത്തണമെന്ന് നിർദ്ദേശിച്ചു. അത് എക്സിക്യൂട്ടീവ് അത് ഡിസ്കസ് ചെയ്യുകയും ഒരു കിഡ്സ് ഫണ്ട് ഡേ ഉച്ച കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 to 6 ഒരു കിഡ്സ് ഫണ്ട് ഡേ നടത്തുവാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ അകത്ത് എല്ലാ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും വെച്ചുകൊണ്ട് ഒരു 5 to 10, 10 to 15 അങ്ങനെ 2 കാറ്റഗറിയിൽ പിള്ളേരെ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ നമ്മുടെ പേരൻസും എല്ലാവരും ഉണ്ടാവും. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് കുഞ്ഞുങ്ങളുടെ ഒരു ഫണ്ട് ഡേ നടത്തുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പതുക്കെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, GCSE A ലെവലിലുള്ള ടോപ്പ് മാർക്കേഴ്സിനുള്ള അവാർഡ്സ് ആണ്. നമ്മൾ സാധാരണ അവാർഡ്സ് അവർ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവാർഡ്സ് കൊടുക്കാറുണ്ട്.
അപ്പൊ ഈ തവണ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളത് ക്യാഷ് അവാർഡായിട്ട് കൊടുക്കാം എന്നുള്ളൊരു, കാരണം ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അത് ക്യാഷ് അവാർഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വാല്യുബിൾ ഫോർ ചിൽഡ്രൻ. അപ്പൊ നമ്മളൊരു മൊമെന്റോ കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ കൊണ്ടുപോയി വെച്ചു, പിന്നെ അത് കാണാതെയായി. അതിൽ നല്ലത് കുട്ടികൾക്ക് ആ പൈസ കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് അതിലൊരു കൂടുതൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ഇനിയും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഇത് ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ട് ഇതിനെല്ലാം. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞതനുസരിച്ചുള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. മറ്റൊരു നിർദ്ദേശം നമുക്ക് ഗൂഗിൾ ഫോമിലൂടെ ലഭിച്ചത് നമ്മുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എല്ലാ വർഷവും വൺസ് ഇയർ നടത്തണമെന്നൊരു നിർദ്ദേശം വെക്കുകയും അത് എക്സിക്യൂട്ടീവ് അത് പരിഗണിക്കുകയും അത് എല്ലാ വർഷവും ആനുവൽ ജനറൽ മീറ്റിംഗ് എല്ലാ വർഷവും നടത്തുവാനായിട്ട് തീരുമാനിച്ചു. മറ്റേ നമ്മുടെ എക്സ്റ്റേണൽ ഓണം പോലെയുള്ള ഓണം, ക്രിസ്മസ്, ഇപ്പൊ നമ്മൾ ഓണത്തിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഓണത്തിന്റെ നമ്മുടെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഒരു 45 മിനിറ്റ്സ് ടു 1 hour ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ, അങ്ങനെ ഒരു പ്രൊഫഷണൽ ഒരു ടീമിനെ കൂട്ടുന്ന ചെറുതായിട്ട് അതൊന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം വന്നു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ കമ്മിറ്റി ഡിസ്കഷന്റെ ഒരു വൈഡർ സെൻസിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത്, നമ്മുടെ പ്രോഗ്രാം തന്നെ ഓൾറെഡി, നമ്മുടെ ആളുകളുടെ പ്രോഗ്രാം തന്നെ ഓൾറെഡി പാക്ഡ് ആണ്. അപ്പൊ നമ്മളൊരു 1 hour അങ്ങനെ ഒരു ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആളുകൾക്ക് പരിപാടികൾ നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി കുറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് അത് ഹോൾഡ് ചെയ്യാം. ഓണത്തിന്റെ പരിപാടിക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലാണ്. ഫ്യൂച്ചറിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വല്ലതും നമുക്ക് പ്രോഗ്രാം ചെയ്യാം, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വീണ്ടും കൺസിഡർ ചെയ്യും. പിന്നെ വേറൊരു നിർദ്ദേശം നമ്മുടെ ഗൂഗിൾ ഫോമിലൂടെ വന്നത്, നമ്മുടെ KMWന്റെ മെയിൻ ഗ്രൂപ്പ് എപ്പോഴും അഡ്മിൻ ഉള്ളിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഈ ഗ്രൂപ്പ് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഗ്രൂപ്പാണ്. അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു നിർദ്ദേശം വന്നു. അതിന്റെ വെളിച്ചത്തിൽ എക്സിക്യൂട്ടീവ് അത് ചർച്ച ചെയ്യുകയും നമ്മുടെ മെയിൻ ഗ്രൂപ്പ് അത് ഓപ്പൺ ചെയ്തിടാനായിട്ട് തീരുമാനിച്ചു. അത് ദൈവസഹായിച്ച ഈ ഫ്യൂ ഡേയ്സിൽ അത് ഓപ്പൺ ചെയ്തിടും. പക്ഷെ ഉള്ളി തിങ്ങ് നമ്മളതൊരു ഫാമിലി ഗ്രൂപ്പാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമുക്കറിയാം, വ്യക്തി വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ മറ്റ് രാഷ്ട്രീയ മതം അങ്ങനെയുള്ള ഒന്നും അതിൽ വരാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മുടെ അതിൻ്റെ പോളിസി നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ അതിന് മുമ്പായിട്ടിടും. അത് തീർച്ചയായിട്ടും എല്ലാ മെമ്പേഴ്സും അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഇതൊരു ഫാമിലി ഗ്രൂപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എഴുതുക. എന്നാൽ ആ പോളിസിക്ക്, അതായത് നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഇത് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന മെമ്പേഴ്സിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കണം എന്ന് എക്സിക്യൂട്ടീവ് നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നെ പൊതുവെ ഇപ്പൊ നമ്മൾ ഇതിൽ നമ്മളെല്ലാവരും വളരെ റെസ്പോൺസിബിളി ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഗ്രൂപ്പ് അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഓപ്പൺ ആക്കി ഇടാം. ആളുകളുടെ റെസ്പോൺസിബിലിറ്റി അവരവർ തന്നെ അത് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലാണ് എല്ലാവരും പറഞ്ഞു നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്തിടാം. പിന്നെ നമ്മുടെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻ നമ്മൾ പാസ് ചെയ്യും, ആ സമയത്ത് നമ്മൾ അത് ചിലപ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്യും. കാരണം മറ്റ് ഇൻഫോർമേഷൻ, മറ്റ് പോസ്റ്റുകൾ, അപ്പൊ നിങ്ങൾക്ക് KMW റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഇതിൽ. പക്ഷേ ബി റെസ്പോൺസിബിൾ വാട്ട് യു ആർ പോസ്റ്റിംഗ്. ലാസ്റ്റ് നമുക്കൊരു നിർദ്ദേശം വന്നിരുന്നു, നമ്മുടെ മെമ്പർഷിപ്പ് ഫീ 25 നിന്ന് 20 ആക്കണമെന്നൊരു നിർദ്ദേശം വന്നിരുന്നു. അതിനെ പറ്റി മെമ്പർഷിപ്പ് ഫീനെ കുറിച്ച് ഇതുപോലെ കുറച്ച് കമന്റ്സ് വന്നിരുന്നു, നമുക്കത് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മൾ 25 ആണ്, അത് നമുക്കൊരു 20ലേക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ നമ്മളൊരു കമ്മിങ് ഫ്യൂച്ചറിൽ നമ്മളൊരു പ്രോബബ്ലി നമ്മളൊരു ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്രൈസിസ് ആണ്. നമ്മുടെ ഓണത്തിന്റെ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇവിടെ, പച്ചക്കറികളും മറ്റ് വെജിറ്റബിൾസ്, മറ്റ് ഐറ്റംസ് ഒക്കെ നാട്ടിൽ നിന്ന് പറഞ്ഞത് അതിന്റെ ഒരു സ്കേഴ്സിറ്റിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റിലുള്ള വാർ ഉള്ളത് കൊണ്ട് ഇപ്പൊ തന്നെ ഓൾറെഡി വിലയൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ഫുഡിന്റെ കോസ്റ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ ഇപ്പോൾ ഹോൾഡ് ചെയ്തേക്കാണ്. നമുക്ക് നല്ല സ്പോൺസർഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ടോണി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ടും ഓണത്തിന്റെ പരിപാടിക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട്, ജനറേറ്റർ, ഇതിന്റെ രണ്ടിനും മാത്രമായിട്ട് നമുക്ക് 4,000 pound വേണം. നമ്മുടെ അവിടുത്തെ ഹോള് റെന്റിന് വേണ്ടിയിട്ട് നമുക്ക് അനദർ 1,500 വരും. അപ്പൊ തന്നെ നമ്മൾ ഏകദേശം 5,500 ആയി നമ്മുടെ ഓണത്തിന്റെ പ്രോഗ്രാമിന് ഫുഡ് അല്ലാതെ തന്നെ. പിന്നെ നമ്മുടെ കളക്ഷനും കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് രണ്ട് രീതിയിൽ നമുക്ക് കിട്ടുന്ന മെമ്പർഷിപ്പിൽ നിന്നും നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ ഹാഫ് നമ്മൾ ഓണത്തിനും ഹാഫ് ക്രിസ്മസിനും വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് മിക്കവാറും അപ്പോഴത്തെ സാഹചര്യം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ആ ഫുഡിന്റെ പെർ ഹെഡ് കോസ്റ്റ് നമുക്ക് പറ്റുന്ന രീതിയിൽ കുറയ്ക്കാം. വലിയൊരു കുറവൊന്നും ചിലപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ സ്പോൺസർഷിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കൊണ്ട് മാക്സിമം നമ്മുടെ ഫുഡിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അത് ആ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്.
ഇത്രയാണ് നമ്മൾ കമ്മിറ്റി ഡിസ്കസ് ചെയ്തത്. ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, മെയ് 30 നമ്മുടെ സ്പോർട്സ് ഡേ നടക്കുകയാണ്. കൃത്യം 12 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് നമ്മുടെ സ്പോർട്സ് ഡേ നടക്കുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോള്, അത്ലറ്റിക്സ്, ഫാമിലി ഫൺ ഗെയിംസ്, അങ്ങനെ അതുപോലെ ടഗ് ഓഫ് വാർ, എല്ലാത്തിലും നിങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തി എല്ലാത്തിലും നിങ്ങൾ സഹകരിക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷം നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും മെയ് 30 കാണാമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നമ്മുടെ മാഗസിന്റെ കാര്യം, മാഗസിൻ പബ്ലിഷ് ചെയ്തു. നമുക്ക് വളരെ നല്ല ഫീഡ്ബാക്കാണ് എല്ലാ ആളുകളിൽ നിന്നും കിട്ടിയത്. നമ്മുടെ മാഗസിൻ പബ്ലിഷ് ചെയ്യാൻ അതിന്റെ പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തേക്കുന്ന ആളുകളുണ്ട്. അത് ഒത്തിരി ടൈം എല്ലാം സ്പെൻഡ് ചെയ്താണ് നമ്മളത് ചെയ്തേക്കണേ. അതിനെല്ലാത്തിനും ടോപ്പായിട്ട് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ഒത്തിരി കവിതകള്, നോവൽസ്, ചെറുകഥകൾ, ഇതെല്ലാം ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ലക്കത്തിലേക്ക് തന്നെ നമുക്ക് ഓൾറെഡി കുറച്ചൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ട്. നമ്മളിൽ ഒത്തിരി ആളുകളിൽ ഒത്തിരി സർഗവാസനകൾ ഒളിഞ്ഞു കിടക്കുന്നവരുണ്ട്. ഇതെല്ലാം വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു വേദിയായിട്ട് ഇതിനെ ഉപയോഗിക്കണം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കവിതയോ കഥയോ അല്ലെങ്കിൽ ചെറുകഥകൾ, നോവൽ, എന്തെങ്കിലും ക്രിയേറ്റീവ്, ഇഫ് യു ഡ്രോ സംതിങ് എൽസ്, അല്ലെങ്കിൽ പിള്ളേരെന്തെങ്കിലും വരച്ചത് അവരുടെ പേര് ഉൾപ്പെടെ അതെല്ലാം നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ, അത് എനിക്കോ ഡോണിക്കോ അയച്ചു തന്നാൽ മതി. നമ്മൾ നെക്സ്റ്റ് മാഗസിനിൽ ന്യൂസ് ലെറ്ററിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ നല്ല സ്പീഡിൽ അവസാനിപ്പിക്കുകയാണ്. ശുഭദിനം. താങ്ക് യു.